ഇപ്പോൾ ഇനിയിപ്പോൾ വരാനിരിക്കുന്ന സിനിമ ഒരു ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ എങ്ങനത്തെ ഒരു സിനിമ ആയിരിക്കും അത്? അതൊരു റോംകോം ആണ്. കുറെ നാളുകൾക്ക് ശേഷം മലയാളത്തിൽ വരുന്ന നല്ലൊരു റോംകോം ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. സംഗീതിന്റെയും അമിതയുടെയും അത്യാവശ്യം നല്ല ആക്ടിങ്ങുകളൊക്കെ പ്രതീക്ഷിക്കാൻ എനിക്കിത് ഇതിൽ കൂടുതൽ പറയാനായിട്ട് റോംകോം ആണല്ലോ. അതുണ്ട് അതുണ്ട്. അവരുടെ ആ ഫാൻസിനെ നിരാശപ്പെടുത്തില്ല, അത് ഗ്യാരണ്ടി. അങ്ങനെ അതിൽ കൂടുതലൊന്നും ഇതിനെപ്പറ്റി പറയാനില്ല. പിന്നെ ആഷിഖിക്കാണ് പ്രൊഡക്ഷൻ, നല്ല ക്രൂ ആണ്. ഇപ്പൊ അഖിൽ ക്യാമറ, അഖിൽ ജോർജ്, വിഷ്ണു ഗോവിന്ദ് സൗണ്ട്, പിന്നെ ചമൻ എഡിറ്റർ, അത്യാവശ്യം നല്ല ക്രൂ ആണ്. ഇപ്പോൾ മലയാള സിനിമ എന്ന് പറയുന്നത് റിയലിസം, അതേപോലെ തന്നെ ഒരു സ്പെഷ്യൽ സ്റ്റോറി ടെല്ലിംഗ് ആണ് മലയാള സിനിമ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടൊരു പ്രഷർ ഫീൽ ചെയ്തിട്ടുണ്ടോ? അതുപോലെ തന്നെ സിനിമയ്ക്ക് ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്ന് പറയാറുണ്ട്. ആ ഒരു പ്രഷർ ഫീൽ ചെയ്തിട്ടുണ്ടോ? അല്ല, അങ്ങനെ നോക്കി നമുക്ക് പടം ചെയ്യാൻ പറ്റില്ല. സ്റ്റാൻഡേർഡ് എനിക്ക് സെറ്റ് ചെയ്യണം. ഇവിടെ ഉള്ള സ്റ്റാൻഡേർഡിൽ ഇപ്പോൾ പടം ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനു വേണ്ടി എഴുതാൻ തുടങ്ങണം. അതിലും ബെറ്റർ നമ്മൾക്ക് എഴുതാൻ അറിയാവുന്ന സാധനം വൃത്തിക്ക് എഴുതി ഷൂട്ട് ചെയ്യണതാണ് ഏറ്റവും നല്ലത്. അത് നന്നായിട്ട് വന്നാൽ സ്റ്റാൻഡേർഡ് ആയിക്കോളും. അല്ലാതെ ആവശ്യമില്ലാതെ ആ മീറ്ററിൽ പിടിക്കണം എന്ന് പറഞ്ഞിട്ട് ആവശ്യമില്ലാത്ത പരിപാടിക്ക് ഇരിക്കാതിരിക്കാനല്ലേ. നമുക്ക് അറിയാവുന്ന പണി വൃത്തിക്ക് ചെയ്യാന്നുള്ളതാണ്. അങ്ങനെ അപ്പൊ ഒന്നാമത്തേത് ഇറങ്ങണതിന് മുമ്പ് ആൾക്കാർക്ക് അറിയില്ലല്ലോ ഇത് സ്റ്റാൻഡേർഡ് ആവുന്നുള്ളത്. അപ്പോ നമ്മള് വർക്ക് ചെയ്യുക, നല്ല രീതിക്ക് വർക്ക് ചെയ്യുക. ഇത് കണ്ടിട്ട് നമ്മളത് മനസ്സിലാക്കാം, ഇതാണ് ഇവിടുത്തെ സ്റ്റാൻഡേർഡ്, ഇങ്ങനത്തെ ഏറ്റവും നല്ല പടങ്ങൾ ഇതാണ്, മോശം പടങ്ങൾ ഇതാണ്. നമ്മളപ്പോ മോശം പടങ്ങളിലേക്ക് പോവാതെ നല്ല പടങ്ങളിലേക്ക് അറ്റംപ്റ്റ് ചെയ്യാന്നുള്ളത് മനസ്സിലാക്കാന്നല്ലാതെ നമ്മളതിന് വേണ്ടിയിട്ട് എല്ലാ രീതിയിലും സെറ്റ് ചെയ്യാൻ നോക്കിയാൽ ചിലപ്പോൾ നടക്കണം എന്നില്ല. കാരണം ഇപ്പൊ ഒരു റൈറ്റിങ്ങിലോ ഇതിനകത്ത് മാത്രമല്ല സിനിമ നടക്കുന്നത്. സിനിമ തിയേറ്ററിൽ എത്തണേ തൊട്ട് മുമ്പ് വരെ അതില് പല സാധനങ്ങൾ ആഡോണാവും. അപ്പൊ നമ്മളിപ്പോ ഇവിടെ നിന്ന് സെറ്റ് ചെയ്യാൻ നോക്കുന്നതിന്റെ ഏറ്റവും നല്ല സാധനമാണെങ്കിൽ എല്ലാം പിന്നീടും ചിലപ്പോൾ മോശം സംഭവിക്കുക സിനിമയ്ക്ക്, പിന്നീട് നല്ലത് സംഭവിക്കാം. നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന സാധനം നന്നായി വരാം, ഇടയ്ക്ക് വെച്ച് മോശമാവും. അപ്പൊ നമുക്കിത് ഈ മീഡിയത്തിനെ നമുക്ക് ഫൈനൽ ഔട്ട്പുട്ട് അല്ലാതെ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ സെറ്റ് ചെയ്തിട്ട് കാര്യമില്ല. ഇപ്പോൾ ആക്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇന്ന സീൻ ഇങ്ങനെ ചെയ്യായിരുന്നു, അല്ലെങ്കിൽ റൈറ്റ് ചെയ്യുന്ന സമയത്ത് ഇതൊന്ന് മാറ്റി ചെയ്താൽ കൊള്ളായിരുന്നു, അങ്ങനെ തോന്നിയ ഏതെങ്കിലും ഒരു മൊമെന്റ് ഉണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സീൻ ഉണ്ടോ അങ്ങനെ ഇത് മാറ്റി ചെയ്താൽ കൊള്ളായിരുന്നു എന്ന് തോന്നിയത്? പടം കഴിയുമ്പോ തോന്നാറുണ്ട്. പടം കഴിയുമ്പോ നമ്മള് കാണാത്ത കുറെ മിസ്റ്റേക്സ് കുറച്ച് കളയുമ്പോ നമുക്ക് മനസ്സിലാവും. അന്നേരം നമുക്ക് മനസ്സിലാവൂല, കാരണം നമ്മള് മറ്റു കുറെ ബാഹ്യ ശക്തികൾ കൊണ്ട് അത് മൂടപ്പെടും. ഇപ്പൊ പല സിനിമകളും എനിക്ക് ഈവൻ തണ്ണീർമത്തനടക്കം എനിക്ക് കുറെ സീക്വൻസുകൾ നമുക്ക് പിന്നീട് പോകും തോറും കുറച്ചും കൂടി നന്നാക്കായിരുന്നു തോന്നാറുണ്ട്. അതെല്ലാവർക്കും ഉള്ള പരിപാടിയാണ്. ഇപ്പൊ ഈ ഇന്റർവ്യൂ ഒരു 5 കൊല്ലം കഴിഞ്ഞ് കാണുമ്പോ അങ്കിതയ്ക്ക് തോന്നുന്നു ഇതിനകത്ത് ഇങ്ങനെ ഇരിക്കായിരുന്നു തോന്നാൻ ചാൻസ് ഉണ്ട്. അത് നമ്മള് മെച്ചേർഡ് ആവുന്നതിന്റെയും നമ്മൾ അപ്ഡേറ്റ് ആവുന്നതിന്റെയും കണ്ടിറങ്ങിയ പാടെ തന്നെ ഇതെന്താ ഞാൻ ചെയ്ത് വെച്ചേക്കുന്നത്, അല്ലെങ്കിൽ എനിക്ക് എന്റെ ആക്ടിങ്ങിൽ ഭയങ്കര പോരായ്മകൾ ഫീൽ ചെയ്യാറുണ്ട്. പക്ഷെ അത് എന്റെ മാത്രം പ്രൊഡക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല, കാരണം ഡയറക്ടർ ഉണ്ടാവും, എല്ലാവരുടെയും ജഡ്ജ്മെന്റും വേണം അത് നിൽക്കുന്നത്. ഇപ്പൊ വിശുദ്ധ മേജോ എന്ന സിനിമയിൽ ലിജോമോളുടെ കൂടെ കോമ്പിനേഷൻ ചെയ്തിട്ടുണ്ട്, അതുപോലെ റൈറ്റർ ആണ്. അങ്ങനെ ഒരു സിനിമ എടുക്കാണ്ടായിരുന്ന ഒരു പ്രചോദനം എന്തായിരുന്നു? സിനിമ ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും ഫസ്റ്റത്തെ പ്രചോദനം. അടുത്ത സിനിമകൾ ചെയ്യാന്നുള്ളതാണ്. ഇനിയും അങ്ങോട്ട് തന്നെ അങ്ങനെ തന്നെ ആയിരിക്കും. വിശുദ്ധ മേജോ എനിക്ക് ഭയങ്കര പേഴ്സണൽ ആയിട്ടുള്ള സിനിമയാണ്. കുറച്ച് പ്രശ്നങ്ങളുണ്ടെങ്കിലും എനിക്ക് ഭയങ്കര പേഴ്സണൽ സിനിമയാണ്. അതായത് ഞാൻ ആദ്യം ഡയറക്ഷൻ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്ന സിനിമയാണ് അത് ഈ ഫോമിലും ആയിരുന്നില്ല. അത് ഭയങ്കര അണ്ടർടോൺ ആയിട്ട് ഒരു ഭയങ്കര നോർമൽ സിനിമയായിട്ട് എടുക്കാൻ ഞാൻ ആലോചിച്ചിരുന്ന സിനിമയാണ് ആദ്യത്തെ സമയത്ത്. അതായത് ഞാൻ സിനിമയിലൊന്നും വരണതിന് മുമ്പേ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന ഒരു ഐഡിയോളജിയാണ് വിശുദ്ധ മേജോ എന്ന് പറയുന്നത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ വിണ്ണയിത്താണ്ടി വരുവായ തിയേറ്ററിൽ കണ്ടിട്ട് ഇറങ്ങിയിട്ടാണ് ഞാൻ എനിക്ക് ഇതുപോലത്തേക്ക് ഒരു സിനിമ ചെയ്യണം, ഇതിന്റെ തന്നെ കുറച്ച് അണ്ടർടോൺ ആയിട്ടുള്ള സിനിമ ചെയ്യണം. അപ്പൊ 2012 ആണെന്നാണ് എൻ്റെ ഒരു ഊഹം വിണ്ണയിത്താണ്ടി ഇറങ്ങുന്നത്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സിനിമയാണ്. അവിടെ വെച്ചിട്ടാണ് ഞാൻ ആക്ച്വലി ഡയറക്ഷൻ
ഡയറക്ഷന് വേണ്ടി വർക്ക് ചെയ്യേണ്ടത് ഡയറക്ഷൻ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് എനിക്ക് വരുന്നത്. ഇപ്പോൾ ഒരു ക്യാരക്ടറിനെ കുറിച്ച് എഴുതുന്ന സമയത്ത് അതിൻ്റെ പേഴ്സണൽ ഫിയേഴ്സ് അല്ലെങ്കിൽ അവരിലുണ്ടാവുന്ന ഇൻസെക്യൂരിറ്റീസ് ഒക്കെ ആ ഒരു ക്യാരക്ടറിനെ എഴുതാൻ ക്യാരി ചെയ്യാറുണ്ടോ, അവരുടെ ഇൻസെക്യൂരിറ്റീസ് എല്ലാം? ഇപ്പൊ ഭയങ്കര ഫാന്റസി അല്ലാത്ത പരിപാടിയൊക്കെ ആണെങ്കിൽ ഞാൻ ഫാന്റസി പരിപാടിയൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. നോർമൽ ഇപ്പൊ നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുന്ന സിനിമകളാണെങ്കിൽ അവരുടേതായ പ്രശ്നങ്ങളും അവർക്കുള്ള ഇൻസെക്യൂരിറ്റീസും അവർക്കുണ്ടാവുന്ന ട്രോമാസും അവർക്കുണ്ടാവുന്ന എല്ലാ കാര്യങ്ങളും എല്ലാം ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കാറുണ്ട്. ഞാൻ മനുഷ്യന്മാരെ ഗ്രേ ആയിട്ട് നിർത്താൻ ശ്രമിക്കാറുണ്ട്. ഭയങ്കര പോസിറ്റീവായിട്ടും അല്ല നെഗറ്റീവായിട്ടും അല്ല, ഗ്രേ ആണല്ലോ. സിറ്റുവേഷനിൽ ഇവര് നെഗും കാണിക്കും ക്യാരക്ടേഴ്സ്. എന്റെ ക്യാരക്ടേഴ്സ് ഇങ്ങനെ കാണിക്കും. ഇനിയിപ്പോ ഉള്ള പടത്തിലും സിറ്റുവേഷനിൽ അവര് ചിലപ്പോ മോശമായിട്ടും പെരുമാറാൻ ചാൻസ് ഉണ്ട്. അത് ഹീറോ ആയാലും ഹീറോയിൻ ആയാലും അങ്ങനെ എഴുതണ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ മാക്സിമം ട്രൈ ചെയ്യാറുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇതുവരെയുള്ള ഒരു സിനിമ ലൈഫിൽ ഏറ്റവും ഒരു അച്ചീവ്മെന്റ് ആയിട്ട് കാണുന്നത് എന്താണ്? എന്നെ ആൾക്കാരെ അറിയുന്നത് ഞാൻ അച്ചീവ്മെന്റ് ആയിട്ട് കരുതുന്നുണ്ട്. ഞാൻ ബേസിക്കലി ഞാൻ ഒന്നുമല്ലാത്ത ഫീൽഡിൽ വരാൻ സാധ്യമില്ലാത്ത ഒരാളായിരുന്നു ഇവിടെ. കാരണം ഞാൻ ഇതിനു വേണ്ടി ഇറങ്ങുമ്പോൾ എനിക്ക് യാതൊരു കണക്ഷൻ ഉണ്ടായില്ല. അതായത് വെറുതെ ഒരു സ്ഥലത്തുനിന്ന് വന്ന ആളാണ് ഞാൻ. എൻ്റെ വീട്ടിലോ അയൽവക്കത്തോ നാട്ടിലോ എങ്ങും ഒരാളുണ്ടായില്ല ഞാൻ പോയിരുന്ന ജേണിയിൽ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇറങ്ങുമ്പോൾ എന്നെ ആൾക്കാർക്ക് അറിയാം, അല്ലെങ്കിൽ ഇതിൻ്റെ റൈറ്ററാണെന്നോ വേറെ പടങ്ങൾ റൈറ്ററാണെന്നോ ഇങ്ങനെ അഭിനയിച്ചിട്ടുണ്ടോ എന്ന് പറയുമ്പോൾ കുറച്ച് പേർക്കെങ്കിലും എന്നെ അറിയാമെന്നുള്ളത് എനിക്ക് ഭയങ്കര അച്ചീവ്മെൻ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. ഞാനിവിടെ ഒരു മാർക്ക് ചെറുതായിട്ട് ഇട്ടെന്നുള്ളത് എനിക്ക് നാളെ ഞാൻ മരിച്ചാലും ഒരു 50 വർഷം കഴിഞ്ഞാലും എൻ്റെ പേരിൽ സെർച്ച് ചെയ്താൽ കുറച്ച് യൂട്യൂബ് വീഡിയോസ് എങ്കിലും കാണാൻ പറ്റും. അതെനിക്ക് ഭയങ്കര അച്ചീവ്മെൻ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. അങ്ങനെ ഒരു സാധ്യത ഇല്ലാത്ത ഒരാളായിരുന്നു ഞാൻ അങ്ങനത്തെ ലെവലിലേക്ക് എത്താനായിട്ട്. ഞാൻ തന്നെ വീഡിയോ ചെയ്തിട്ടാലും ഒരാളും കാണാത്ത ഒരാളായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതാണ് ഏറ്റവും വലിയ അച്ചീവ്മെന്റ് ആയിട്ട് കരുതുന്നത്. വേറെ അങ്ങനെ ഇതൊക്കെ ഭയങ്കര ക്രെഡിറ്റ് ആയിട്ട് പറഞ്ഞല്ല. ഇതൊക്കെ ഞാൻ 0 എന്നാണ് ഞാൻ വന്നത്. അപ്പൊ എനിക്ക് ഭയങ്കര അച്ചീവ്മെന്റ് ആണത്. അല്ലാതെ സാധാരണ ആൾക്കാർ പഠിത്തം കഴിഞ്ഞ ജോലിക്ക് വേണ്ടി വീട് നോക്കും. ഞാൻ ഒരു സാധ്യത ഇല്ലാത്ത ഒരുത്തനായിരുന്നു അതിന്. അതുകൊണ്ട് അതെ 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 അതെ. ഇപ്പോൾ ഒരു 20 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ ഡിനോയ് പൗലോസിനെ എന്ത് പറഞ്ഞറിയണം എന്നാണ്? ആക്ടർ ആയിട്ടാണോ, റൈറ്റർ ആയിട്ടാണോ, ഡയറക്ടർ ആയിട്ടാണോ? ഇത് എന്താ പ്രശ്നം എന്ന് വെച്ചാല് എനിക്ക് ആക്ടറായിട്ട് മാറണം എന്ന് തന്നെയാണ് ആഗ്രഹം. പക്ഷെ നമ്മളിത് പറയുമ്പോൾ ആൾക്കാർ പറയാ ഇവനെന്തിന് ഇപ്പോഴും ഇത് പറഞ്ഞുകൊണ്ടിരിക്കണെന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓൾറെഡി ഞാൻ ചെയ്തല്ലോ കുറെ പടങ്ങൾ. പക്ഷെ എനിക്ക് ബേസിക്കലി കംപ്ലീറ്റ് ഫുൾ ടൈം ആക്ടറായിട്ട് മാറണമെന്ന് ആഗ്രഹമുണ്ട്. അത്രയും സിൻസിയർ ആയിട്ടാണ് അതിനെ കാണുന്നത്. 2012 വിശുദ്ധ മെച്ചോടെ ലൈനൊക്കെ എഴുതിയെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് മുമ്പേ എഴുതി തുടങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ എഴുത്ത്, ആക്ടിങ്, ഷോർട്ട് ഫിലിംസ്, ജൂനിയർ ആർട്ടിസ്റ്റ് അങ്ങനെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു തൊട്ടേ. സെയിം ടൈമില് ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ? ചുമ്മാ എന്തെങ്കിലുമൊക്കെ എഴുതി എന്തെങ്കിലും സ്ഥലത്ത് പോയ അനുഭവങ്ങളോ, റിവ്യൂ അല്ല അനുഭവങ്ങൾ എഴുതിയിടും. എന്തെങ്കിലും പാല് കാച്ചലിന് പോയെന്നോ അങ്ങനെയൊക്കെ. ഇപ്പൊ ഇല്ല. ആ സമയത്ത് ഞാനാ ചെയ്യുമായിരുന്നു. കാരണം എനിക്ക് വേറെ പരിപാടി അറിയില്ല. അപ്പൊ ഞാനിങ്ങനെ എഴുതി ചുമ്മാ ഇടുമായിരുന്നു. അപ്പൊ കുറെ പേര് നമ്മുടെ ആ ഫേസ്ബുക്ക് സർക്കിളിലുള്ള ആൾക്കാർ നല്ലായിരുന്നൊക്കെ പറയുന്നു. ചുമ്മാതെങ്കിലും അവര് പറയുമായിരുന്നു. അതാണ് എന്റെ ആദ്യത്തെ റൈറ്റിങ്. എന്റെ ഇതൊക്കെ കണ്ടിട്ടാണ്, ഈ റൈറ്റിങ്സ് കണ്ടിട്ട് ഗിരീഷ് വിളിച്ചിട്ട് എഴുതാൻ പറ്റുമെന്ന് ചോദിച്ചിട്ട് ഞങ്ങൾ ഒരുമിച്ച് എഴുതുമ്പോഴാണ് ഞാനും അറിയുന്നത് ഓക്കെ എനിക്ക് എഴുതാൻ പറ്റുന്നു. മറ്റേത് എഴുതാൻ എനിക്കറിയായിരുന്നു. സിനിമ അല്ലെങ്കിൽ ഷോർട്ട് ഫിലിംസ് എഴുതാൻ പറ്റും എന്നുള്ളത് ഞാൻ അപ്പോഴാണ് മനസ്സിലാക്കിയത്. ഈ ആക്സിഡന്റൽ റൈറ്റർ ആയതിന്റെ ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പഠിച്ചിട്ടില്ല റൈറ്റിംഗ്. ഞാൻ ഇതിന്റെ ഒപ്പം ഗ്രോ ചെയ്യാണ്, ഇപ്പൊ എഴുതിക്കൊണ്ടിരിക്കുന്നതിന്റെ ഒപ്പം ഗ്രോ ചെയ്യാണ്. അപ്പോ ശരിക്കും അത് പഠിച്ചിട്ടൊക്കെ ചെയ്യണം. മനസ്സിലായോ? നമ്മള് എക്സ്പീരിയൻസ് വേണം, അല്ലാതെ പഠിച്ചിട്ട് ചെയ്താൽ കുറച്ചുകൂടി ഈസിയാണ് നമുക്ക്. നിങ്ങൾക്ക് പ്രഷർ കുറച്ചുകൂടി, എഴുതുന്നവർക്ക് പ്രഷർ കുറച്ച് കുറവായിരിക്കും. പ്രഷറിന്റെ അല്ല, പ്രഷർ എങ്ങനെ ചെയ്താലും പ്രഷർ ഉണ്ടാവും, എഴുത്തിൽ പ്രഷർ ഉണ്ടാവും. കാരണം നമുക്ക് ഈ സിനിമ അടക്കം മുൻമാതൃകളില്ല. നമ്മൾ ആ സിനിമ പോലെ ഈ സിനിമ ചെയ്യാമെന്ന് വിചാരിച്ചാൽ പോലെ അത് ഓടണം എന്നില്ല. പഠിച്ചിട്ട് ചെയ്താൽ നമുക്കൊരു പ്രോപ്പർ സാധനം സെറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. മറ്റേത് നമ്മൾ കുറച്ച് സിനിമകൾ ചെയ്തൊക്കെ പഠിക്കാൻ പറ്റുള്ളൂ. എക്സ്പീരിയൻസ് കിട്ടി ഓക്കെ ഇത് പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് പഠിക്കാൻ പറ്റുള്ളൂ. മറ്റേത് നമുക്കൊരു ഏകദേശം ഒരു പരിപാടി ഉണ്ടാവും, അതിനകത്ത് ഫില്ല് ചെയ്താൽ മതിയോ. കഥകൾ കൊണ്ട് നമ്മുടെ അടുത്തിരിക്കുന്ന കഥകൾ ആ ഫോർമാറ്റിലേക്ക് അപ്ലൈ ചെയ്ത് സെറ്റ് ചെയ്തെടുത്താൽ മതിയോ. നമ്മുടെ എഴുത്ത് നമുക്ക് പഠിക്കാൻ പറ്റില്ല. നമ്മൾ സ്വയം എഴുതേണ്ടി വരും. ഒരു സംഭവം കണ്ടെത്തി യുണീക്കായിട്ട് നമ്മൾ എഴുതേണ്ടി വരും, ബാക്കിയുള്ളവരിൽ ഡിഫറെന്റ് ആയിട്ട്. ഇപ്പം ഇത് ഡിനോയ്
പടമാണെന്ന് പറയുന്ന രീതിയിൽ നമ്മളുടെ എഴുത്ത് തന്നെ. എല്ലാവരും പോലെ എഴുതിയിട്ട് കാര്യമില്ലല്ലോ. പക്ഷെ അതിന്റെ ഒരു ഫോർമാറ്റ് ഉണ്ട്, അത് നമ്മൾ പഠിച്ചിരിക്കുന്നത് വളരെ നല്ലതാണ്. അഭിനയിക്കാൻ ഒരു ഫോർമാറ്റ് ഉണ്ടല്ലോ. ഇപ്പൊ ഈസിലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ അവിടെ ഒരു സ്പേസ് ഉണ്ടാവുമല്ലോ. ആ സ്പേസ് എങ്ങനെ യൂസ് ചെയ്യണം, ക്യാമറക്ക് എങ്ങനെ ഫേവർ ആവണം, പിന്നെ ലെൻസുകൾക്ക് അനുസരിച്ച് എങ്ങനെ അഭിനയിക്കാന്ന് പഠിച്ചിരിക്കണത് നല്ലതാണല്ലോ. ഇപ്പൊ നമ്മള് വെറുതെ അങ്ങോട്ട് നേരെ ചെന്നിട്ട് അവർക്ക് ഇതൊരു ടൈംലി വർക്ക് ചെയ്യുന്ന സ്പേസ് ആണ്. ഈ ടൈമിനുള്ളിൽ ഇത് ഷൂട്ട് ചെയ്യണമെന്നുണ്ടാവില്ല. അപ്പൊ അത് നമ്മൾ അറിഞ്ഞിരുന്നില്ലെങ്കിൽ അവർക്കും പാടായിരിക്കും, നമുക്കും പാടായിരിക്കും. ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാതെ പോയി കഴിഞ്ഞാൽ ഈ മീഡിയത്തിനെ സമീപിച്ചാൽ. അതുപോലെ തന്നെയാണ് റൈറ്റിംഗ്. നമ്മളൊരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാതെ നമ്മുടെ ഇഷ്ടമുള്ള റൈറ്റിംഗ് എഴുതി വെച്ചിട്ട് നമ്മൾ പോയിട്ട് ഭയങ്കര പണിയായിരിക്കും, അവർക്കും പണിയായിരിക്കും. അപ്പൊ അത് ടൈം കൺസ്യൂമിങ് ആണ്, മണി കൺസ്യൂമിങ് ആണ്. നമ്മൾ എത്രത്തോളം അറിഞ്ഞിരിക്കുന്നു അത്രത്തോളം നമുക്ക് ടൈം സേവ് ചെയ്യാം, മണി സേവ് ചെയ്യാം. അപ്പൊ നമ്മളെല്ലാം ഒന്ന് പഠിക്കുന്നത് വളരെ നല്ലതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.